ഹലോ ഗീത, സ്കൂൾ ബസ് ഇന്ന് ലേറ്റ് ആണോ? അല്ലല്ലോ, ഞങ്ങൾ എപ്പോഴേ പോന്നല്ലോ. അപ്പം മോളെവിടെ? ഇന്ന് മോളെ സ്കൂൾ ബസ്സിൽ കണ്ടില്ലല്ലോ. പിന്നെ ആവണിമോൾ എവിടെ പോയി? വീട്ടിൽ നിന്ന് ആരോ വന്ന് കാറിൽ കൊണ്ടുപോയെന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു. നിങ്ങളല്ലേ വന്ന് കൊണ്ടുപോയത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ദിവസവും നിങ്ങളുടെ കൂടെ അല്ലേ കുട്ടി വരുന്നത്? മോളെ വിളിക്കാൻ ഇവിടുന്ന് ആരും വന്നിട്ടില്ല. കൊച്ചിനെ കൂട്ടാതെയാണോ നിങ്ങൾ ബസ് എടുത്ത് പോകുന്നത്? എല്ലാ മാസവും കൃത്യമായിട്ട് പണം വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ കുട്ടിയുടെ കാര്യം കൂടെ നോക്കിയാൽ എന്താ? എന്താ അമ്മേ? ഹലോ അമ്മേ. എന്താ അമ്മേ? എന്താ പറ്റിയേ? എന്തിനാ കരയുന്നേ? മോളെ നമ്മുടെ അവിടെ മോളെ കാണാനില്ല. അമ്മേ എന്തായി പറയുന്നേ? അവൾ മോളെ എവിടെ പോയി? സ്കൂളിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല മോളെ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാം. എന്താ എന്തു പറ്റി? അവന് മോള് സ്കൂൾ വിട്ടിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന്. എന്നും സ്കൂൾ ബസ്സിലല്ലേ ആവണി വരുന്നേ? ബസ്സൊക്കെ വന്നു പോയി, പക്ഷെ അവന് മോള് ബസ്സിലില്ലാന്ന്. സച്ചേട്ടാ, നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് വൃന്ദാവനം വരെ പോണം. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഇപ്പോഴത്തെ അവസ്ഥയില് താൻ എന്റെ കൂടെ വരുന്ന റിസ്കാ. അതൊന്നും സാരമില്ല, ഞാനും കൂടി വരാം. മോളെ കാണാനില്ലെന്ന് അറിഞ്ഞ പിന്നെ എങ്ങനെയാ സമാധാനമായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നേ? എടോ, തന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞേ? എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്നാലോ? അതൊന്നും പറഞ്ഞ പറ്റില്ല, ഞാനും കൂടി വരുന്നുണ്ട്. ഇതോ മധുവിന്റെ പണിയായിരിക്കും. അതിന് സാധ്യത കുറവാ. അവനങ്ങനെ കൊച്ചുകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരാളല്ലെന്നാ കേട്ടിട്ടുള്ളേ. ഈ ക്രിമിനൽസിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അവരേത് രീതിയിൽ വേണമെങ്കിലും പ്രതികരിക്കും. നമുക്കാദ്യം പോലീസ് സ്റ്റേഷനിൽ വരെ പോയെന്ന് കേസ് കൊടുക്കാം. എടോ, താൻ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആദ്യം ഞാൻ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം. വേണമെങ്കിൽ കേസും കൊടുക്കാം. എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ട് താൻ വന്നാ മതി. അങ്ങനെ പറയില്ല സച്ചേട്ടാ. ആവണി മോള് എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെയല്ലേ. അവക്കൊരു അപകടം സംഭവിച്ചെന്ന് കേൾക്കുമ്പോ എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും വരുന്നുണ്ട്. വാ, നമുക്ക് പോവാം. വാ സച്ചേട്ടാ. എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം സർ. ഞങ്ങൾക്ക് അവളല്ലാതെ വേറെ ആരുമില്ല. വിഷമിക്കണ്ട, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നമ്മുടെ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. കുട്ടിക്കൊന്നും സംഭവിക്കില്ല, ധൈര്യമായിരിക്കൂ. കുട്ടി എന്നും ആ സ്കൂൾ ബസ്സിൽ തന്നെയാണോ പോകുന്നത്? അതെ സർ, ചില ദിവസങ്ങളിൽ മാത്രം അനൂപ കൊണ്ടുവിടുന്നത്. സാർ, സർ, അനൂപേട്ടൻ എവിടെ? എനിക്ക് അനൂപേട്ടനെ ഒന്ന് കാണണം. ബഹളം വെച്ച് അയാളെ കൂടി ടെൻഷനാക്കണ്ട. അയാൾ ഇവിടെ തന്നെയുണ്ട്. സർ, ഇത് മധുവിന്റെ ആളുകൾ തന്നെയായിരിക്കും ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹലോ, എന്തായടോ? ആ, എന്നിട്ട് ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു? ഓഹോ, അതിന് വിറ്റ്നസ് ഉണ്ടോ? ശരി, വേഗം വേണം. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ശരി. സർ, മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അർച്ചന സംശയിച്ചത് ശരിയാകാനാണ് സാധ്യത. പോലീസുകാര് കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു. ആ ബസ്സിലെ ഡ്രൈവറെയും ആയെയും ചോദ്യം ചെയ്തു. ടീച്ചേഴ്സിനെയും കണ്ട് സംസാരിച്ചു. സ്കൂൾ വിടുന്ന സമയത്ത് മധുവിന്റെ ആൾക്കാർ ഗേറ്റിന് പുറത്തുണ്ടായിരുന്നുവെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ തന്നെയായിരിക്കും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്.
എടുത്ത് വിഷമിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും മോളെ കണ്ടെത്താം. സമാധാനായിട്ടിരിക്ക. ഞാൻ എന്ത് സമാധാനിക്കാനാ നീ പറയുന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ജീവിതം വെച്ച നിന്റെ ഈ കളി. അനുപേട്ടൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനില്ല. ഇപ്പൊ എന്റെ മോളെ ആരോ പിടിച്ചോണ്ട് പോയി. ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങളാ. നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിച്ചത്. മീരെ, ദേ, എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അർച്ചന എന്താ എന്താണ് എന്റെ ശരീരം തളരുന്ന പോലെ. ഈ കസേരയിലോട്ട് ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഇതാ വെള്ളം കൊടുക്ക. വെള്ളം കുടിക്കേ അർച്ചന. ഇതാ നിങ്ങളാരും വിഷമിക്കണ്ട.